കോഴിക്കോട് ജില്ലയിൽ കനത്ത പോളിംഗ്. ഭൂരിഭാഗം ബൂത്തുകളിലും സ്ത്രീകളടക്കമുള്ള വോട്ടർമാരുടെ നീണ്ട നിര. പതിവിൽ നിന്ന് വ്യത്യസ്തമായി മലയോര പ്രദേശങ്ങളിലും ഉയർന്ന പോളിംഗ്. കോഴിക്കോട് നിന്ന് KB ശ്യാമപ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോഴും വലിയ നിര തന്നെയാണ് പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ കോഴിക്കോട് വെള്ളയിലെ ഫിഷറീസ് UP സ്കൂളിന് മുന്നിൽ പോളിംഗ് ബൂത്ത് നമ്പർ 2 മുന്നിലാണുള്ളത്. എന്തായാലും വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്ത്രീ വോട്ടർമാരുടെ ഒരു നീണ്ട നിര ഇവിടെ വലിയ തോതിൽ പ്രകടവുമാണ്. ഉച്ചയ്ക്ക് ശേഷം കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാനായി എത്തുകയും ചെയ്യുന്നു. വളരെ പ്രകടമായ ഒരു മാറ്റം തന്നെയാണ്. കഴിഞ്ഞ മുൻകാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു വലിയ ഈ സമയങ്ങളിലെല്ലാം തന്നെ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടായിരുന്ന മണിക്കൂറുകളാണെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് കൂടുതൽ സ്ത്രീ വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ ബൂത്ത് 2 നമ്പർ ബൂത്തിൽ കാണാൻ കഴിയുന്നത്. വെള്ളയിൽ ബീച്ചിലെ ഫിഷറീസ് UP സ്കൂളിന് മുന്നിലെ ബൂത്തിലാണ് ഉള്ളത്. എന്തായാലും അവരുടെ വിശ്രമവും ഒപ്പം തന്നെ ഭക്ഷണവും കഴിച്ച ശേഷം എല്ലാവരും കുടുംബാംഗങ്ങളുമായി ഇങ്ങോട്ടേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെയാണ് ഈ ഒരു മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും വോട്ടർമാരുടെ ഒരു നീണ്ട നിര ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ സമീപകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് സ്ത്രീ വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ കാണാൻ കഴിയുന്ന. പ്രധാനമായും ഇപ്പോൾ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രധാനമായും ഇത്തരത്തിൽ പോളിംഗ് ശതമാനക്കണക്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലടക്കം 60% മുകളിലാണ് ഇപ്പോൾ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും ഗ്രാമപഞ്ചായത്തുകളിലടക്കം 18 ലക്ഷത്തിലധികം കൂടുതൽ ടോട്ടൽ വോട്ടർമാരാണെങ്കിൽ അതിൽ ഭൂരിഭാഗം വോട്ടർമാരും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളിലടക്കം 60% മുകളിലേക്ക് വോട്ടർമാരുടെ ഒരു പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ പറയേണ്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് നേരിയ തോതിൽ ചെറിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായും ലീഗ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ പോലീസിന് നേരെ കയർത്തുകൊണ്ടുള്ള ഇത്തരത്തിൽ വാക്ക് തർക്കവുമായി വന്നിരിക്കുന്നത്. അവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നു എന്ന ആരോപണമാണ്. ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു കാര്യം വ്യക്തമാക്കുന്നില്ല. പ്രധാനമായി ഇത്തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നു എന്നാണ് അവർ വിശദീകരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ചെറിയ അനിഷ്ട സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അവർ പോലീസിനോട് ഇപ്പോഴും തട്ടിക്കയറിക്കൊണ്ട് ഇതിലേക്ക് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ പരമാവധി അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. എന്നാലും ഇവിടെ ലീഗ് പ്രവർത്തകർ കൂട്ടത്തോടെ തമ്പടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം സൃഷ്ടിക്കുകയാണെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്തായാലും സ്ഥലത്ത് കൂടുതൽ പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ്. എന്തായാലും ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴേക്കും സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ തന്നെയാണ് പോലീസ് കൂടുതൽ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ബൂത്തിൽ പ്രധാനമായും ക്രമീകരിച്ച് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നത്.